മലബാർ മേഖലയിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ഡിവിഷനിലൂടെ 4 പുതിയ പ്രതിവാര ട്രെയിൻ അനുവദിച്ചു. ഇവയിൽ 3 ഇതിനകം സർവീസ് ആരംഭിച്ചു. പുതിയ ട്രെയിനുകളെല്ലാം പാലക്കാട് പൊള്ളാച്ചി വഴിയായിരിക്കും സർവീസ് നടത്തുക. കർണാടകയിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകളാണിവ. ഇതിനു പുറമെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം 2 പ്രതിദിന ട്രെയിനുകളുടെ സർവീസ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെയും 1 പ്രതിദിന ട്രെയിനിന്റെ സർവീസ് കോഴിക്കോട് നിന്ന് പാലക്കാട് വരെയും നീട്ടിയിട്ടുമുണ്ട്. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ഈ മാസം പുതിയ മെമു സർവീസും ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു സെൻട്രൽ രാമേശ്വരം പ്രതിവാര എക്സ്പ്രസ് മാർച്ച് 14 മുതൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മംഗളൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 10:50 രാമേശ്വരത്തെത്തും. രാമേശ്വരം മംഗളൂരു പ്രതിവാര എക്സ്പ്രസ് മാർച്ച് 15 മുതൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 3:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:55 മംഗളൂരുവിലെത്തും. മംഗളൂരു ജംഗ്ഷൻ തിരുനെൽവേലി ജംഗ്ഷൻ പ്രതിവാര എക്സ്പ്രസ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് മംഗളൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 7:45 തിരുനെൽവേലിയിലെത്തും. തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് മാർച്ച് 18 മുതൽ എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 3:45 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 6:55 മംഗളൂരുവിലെത്തും. മംഗളൂരു സെൻട്രൽ കോഴിക്കോട് ഡെയിലി എക്സ്പ്രസിന്റെ സർവീസ് മാർച്ച് 16 മുതൽ പാലക്കാട് വരെ ദീർഘിപ്പിച്ചു. മംഗളൂരിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂർ വരെയുള്ള പ്രതിദിന എക്സ്പ്രസ് മാർച്ച് 15 മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തും. ഇതേ ട്രെയിനിന്റെ മടക്ക സർവീസ് ഇനി മുതൽ കോഴിക്കോട് നിന്നായിരിക്കും ആരംഭിക്കുക. തുടർന്ന് കണ്ണൂർ മംഗളൂരു വഴി ബംഗളൂരുവിൽ എത്തും. നാഷണൽ ഡെസ്ക് കേരള പ്രണാമം.